സമയം രാവിലെ 5:20. പുറത്ത് നല്ല ഇരുട്ടാണ്. ഇത്രയും രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അതെ, ഇന്ന് നമ്മൾ ഒരിടത്ത് പോവുകയാണ്. പലർക്കും അറിയാവുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണ ഇവിടെ നല്ല തിരക്കാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഞങ്ങൾ ചെന്നത് രാവിലെ ആയതുകൊണ്ടായിരിക്കണം വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഈ ക്ഷേത്രത്തിലെത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു വള്ളം കയറിയോ അല്ലെങ്കിൽ ജങ്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ. ഇപ്പോൾ ഏകദേശം ചിലർക്കെങ്കിലും ഇത് എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ ചെന്നത് നേരത്തെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. കാട്ടിൽ മേക്കദർ ദേവീക്ഷേത്രം അഥവാ മണികെട്ടമ്പലമെന്നും ഇതിനെ പറയാറുണ്ട്. ആഗ്രഹ സാഫല്യത്തിനായിട്ട് പൂജിച്ച മണി 7 തവണ ആലിന് ചുറ്റും വലം വെച്ച് കെട്ടുന്നത് ഇവിടുത്തെ ഒരു പ്രമുഖ ആചാരമാണ്. വളരെ മനോഹരമായ കൊത്തുപണികളുള്ള ഒരുപാട് രൂപങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഈ അമ്പലത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. കടലിനോട് വളരെ അടുത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ 2004 സുനാമി ഉണ്ടായപ്പോൾ അത് യാതൊരു വിധത്തിലും ഈ അമ്പലത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു അത്ഭുതകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞത് ചുരുക്കം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയും ഒരുപാട് സവിശേഷതകൾ ഉള്ളൊരു അമ്പലമാണത്. ഈ അമ്പലത്തെക്കുറിച്ച് ഇനിയും അറിയാവുന്നവർ കമൻറ്റിൽ തീർച്ചയായും രേഖപ്പെടുത്തേണ്ടതാണ്. കുറച്ച് നല്ല സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ വീഡിയോസ്.